ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുകളിലേക്ക് പോവാം. നോമിനേഷൻസ് ആയിരുന്നു ഇപ്പൊ ലൈവിൽ നടന്നത്. ആദ്യം തന്നെ ബിഗ് ബോസ് ഒരു കാര്യം അനൗൺസ് ചെയ്തു. ആദില, നൂറ ഇനി മുതൽ ഒരാളല്ല, 2 സെപ്പറേറ്റ് മത്സരാർത്ഥികളാണ് എന്ന്. എന്നിട്ട് ബിഗ് ബോസ് സ്വേച്ഛാധിപതികളെ കൊണ്ട് 2 പേരെ നോമിനേറ്റ് ചെയ്യിപ്പിച്ചു. ആദിലേനെയാണ് ജിസയിൽ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഡയറക്റ്റ് നോമിനേഷനിലാണ് ആദില. നെവിൻ അഭിലാഷിനെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ട്വിസ്റ്റ്. അന്യായ ഒരു ട്വിസ്റ്റ് ആയിരുന്നു. 7 നോമിനേഷൻ ടിക്കറ്റ്സ് ഉണ്ട് ഈ ആഴ്ച. 7 പേർക്ക് മാത്രമേ ഇത്തവണ നോമിനേഷൻ പ്രക്രിയയിൽ പങ്കുചേരാൻ സാധിക്കുകയുള്ളൂ. അതിൽ തന്നെ അനീഷിനാണ് ആദ്യം തന്നെ നെവിനും ജിസയിലും കൂടി ആ ഒരു നോമിനേഷൻ ടിക്കറ്റ് കൊടുത്തിരുന്നത്. അനീഷാണ് അവിടെ ഒറ്റയ്ക്ക് കളിക്കുന്ന മത്സരാർത്ഥി എന്നാണ് നെവിൻ പറഞ്ഞത്. അക്ബർ, ഷാനവാസ്, ബിന്നി, ആര്യൻ, റന ഫാത്തിമ, ഒനീൽ സാബു ഇവർക്കൊക്കെയാണ് നോമിനേഷൻ ടിക്കറ്റുകൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ സ്വേച്ഛാധിപതികൾ. ഈ 7 പേർക്ക് മാത്രമായിരുന്നു നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം. വേറെ ആരും തന്നെ കൺഫെഷൻ റൂമിലേക്ക് പോയി നോമിനേറ്റ് ചെയ്തിട്ടില്ല. 4 പേരെ ഒഴികെ ബാക്കി 10 പേരിൽ നിന്നും ആരുടെ വേണമെങ്കിലും പേരുകൾ ഈ നോമിനേഷൻ ടിക്കറ്റ് വെച്ചിട്ട് പറയാം. ആ 4 പേരാണ്, ഒന്ന് ക്യാപ്റ്റൻ, പിന്നെ അഭിലാഷ്, ആദില, ആര്യൻ. അനീഷാണ് ആദ്യം നോമിനേഷൻ ടിക്കറ്റുമായിട്ട് കൺഫെഷൻ റൂമിലേക്ക് പോയത്. സേഫ് ഗെയിം കളിക്കുന്നു എന്നൊരു കാരണം കൊണ്ട് നൂറയെ അനീഷ് ആദ്യം തന്നെ നോമിനേറ്റ് ചെയ്തു. പിന്നെ പകുതി മനസ്സോടുകൂടി ഹൗസിൽ കണ്ടിന്യൂ ചെയ്യുന്ന രേണു സുധിയെയാണ് അനീഷ് രണ്ടാമതായിട്ട് നോമിനേറ്റ് ചെയ്തത്. രേണുവിന് ഇവിടെ തുടരാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് നോമിനേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. കറക്റ്റ് റീസൺസ് ആയിരുന്നു 2 പേരുടെയും കാര്യത്തിൽ അനീഷ് പറഞ്ഞത്. അക്ബർ ആണ് രണ്ടാമതായിട്ട് വന്നത്. അക്ബർ ആദ്യം നോമിനേറ്റ് ചെയ്തത് രേണുവിനെയാണ്. ഒരു കാര്യത്തിലും ഒരഭിപ്രായമോ പ്രസൻസോ ഒന്നും അറിയിക്കാത്തൊരു കണ്ടസ്റ്റന്റ് ആണ്. കപ്പാസിറ്റിയും കെപ്പബിലിറ്റിയും ഒന്നും ഇല്ലാത്ത ഒരാളാണ് എന്ന് അക്ബർ പറഞ്ഞു. അക്ബർ പിന്നെ നോമിനേറ്റ് ചെയ്തത് ഒനീൽ സാബുവിനെയാണ്. കഴിഞ്ഞ ദിവസം റെനയെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്തു എന്നൊരു കാര്യമാണ് അക്ബർ പറഞ്ഞത്. സംസ്കാരശൂന്യമായ വാക്കുകൾ ഉപയോഗിച്ചു എന്നൊരു റീസണും പറഞ്ഞു. ഷാനവാസ് നോമിനേറ്റ് ചെയ്തത് ബിന്നിയാണ്. ബിന്നി ആക്റ്റീവ് അല്ലാതായിട്ട് അവിടെ ഇവിടെയും പോയി ഓരോ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെന്നാണ് ഷാനവാസ് ബിന്നിയെ പറ്റി പറഞ്ഞത്. പിന്നെ അക്ബറിനെയും ഷാനവാസ് നോമിനേറ്റ് ചെയ്തു. പല പ്രശ്നങ്ങളും ഊതി വീർപ്പിച്ച് വലുതാക്കി ലാലേട്ടന്റെ കയ്യിൽ നിന്ന് വഴക്ക് വാങ്ങുകയും പിന്നെ വീട്ടിൽ നിന്ന് കോള് വരേണ്ട ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. ബിന്നി നോമിനേറ്റ് ചെയ്തത് രേണുവിനെയാണ്. ബിഗ് ബോസ് രേണുവിന് പറ്റിയ ഒരു ഷോ അല്ല എന്നും ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോമിനെ രേണു നന്നായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നും ബിന്നി പറയുന്നുണ്ട്. ഒനീൽ സാബുവിനെയാണ് ബിന്നി രണ്ടാമതായിട്ട് നോമിനേറ്റ് ചെയ്തത്. ഗുരുതരമായ പ്രശ്നങ്ങളും വീഴ്ചകളുമാണ് ഒനീൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളതെന്നും പിന്നെ അതിലൊന്ന് സോറി പറയുന്നത് ഒട്ടും ആത്മാർത്ഥതയോടെ അല്ലെന്നുമാണ് ഒനീലിനെ പറ്റി ബിന്നി പറഞ്ഞിരിക്കുന്നത്. ആര്യൻ നോമിനേറ്റ് ചെയ്തത് നൂറേനെയാണ്. ആദില നൂറ സെപ്പറേറ്റ് ആയതുകൊണ്ടും നൂറ ആദിലയിൽ ഡിപ്പെൻഡന്റ് ആയതുകൊണ്ടും നൂറ എന്നാണ് ആദ്യം ആര്യൻ പറഞ്ഞത്. ഒനീൽ സാബുവിനെയാണ് ആര്യൻ രണ്ടാമതായിട്ട് നോമിനേറ്റ് ചെയ്തത്. ഡേർട്ടി ഗെയിം ആണ് ഒനീൽ അവിടെ കളിക്കുന്നതെന്നാണ് ആര്യൻ പറയുന്നത്. ഗെയിം വൈസ് ഒട്ടും കോമ്പറ്റീറ്റീവ് അല്ല എന്നും ആര്യൻ പറയുന്നുണ്ട്. റെന നോമിനേറ്റ് ചെയ്തത് നൂറയാണ്. ആര്യൻ പറഞ്ഞ സെയിം റീസൺസ് ആണ് പറഞ്ഞത്, സെയിം പേരുകളാണ് പറഞ്ഞത്. കാർബൺ കോപ്പി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ എന്റെ ബക്കറ്റിലേക്ക് കയറുന്നത് ഞാൻ ഈസി ടാർഗറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് റെന ഒനീലിനെ പറയുന്നുണ്ട്. നൂറ, ഒനീൽ എന്നിവരായിരുന്നു റെനയുടെ നോമിനേഷൻസ്. ഒനീൽ സാബു നോമിനേറ്റ് ചെയ്തത് നൂറയാണ്. ഗ്രൂപ്പിന്റെ ചിന്താഗതിയിലൂടെയാണ് ആദില, നൂറ എന്നിവര് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നും സേഫ് ഗെയിമിലൂടെയാണ് മുന്നോട്ട് വന്നത് എന്നും ഒനീൽ പറയുന്നുണ്ട്. പിന്നെ റന ഫാത്തിമയെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. റെനയെ പറ്റി പുള്ളി പറയുന്ന റീസൺസ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കുറെ കാര്യങ്ങൾ ഇങ്ങനെ കുത്തിയിരുന്ന് പറയുന്നുണ്ട്. റെന ജനിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള എല്ലാം ഔട്ട്ഡേറ്റഡ് ആണെന്നും റെന സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള എല്ലാ കോണ്ടന്റും യൂസ്ലെസ് ആണെന്നും ഇതൊക്കെയാണ് റെനയുടെ മെന്റാലിറ്റി എന്ന് ഒനീൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പിന്നെ റെനയുടെ ഗ്രൂപ്പിലെ ആരെയും റെനെ അങ്ങനെ ടാർഗറ്റ് ചെയ്യാറില്ല എന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാപ്പിപ്പൊടി കേസിൽ സൈലൻസ് വലിച്ചതായിട്ടും ജിസേലിനെ ഒന്നും പറയാത്തതായിട്ടും ഒക്കെ തോന്നിയിട്ടുണ്ടെന്നൊക്കെ ഒനീൽ പറയുന്നുണ്ട്. അപ്പാനി ശരത്ത് ക്യാപ്റ്റൻ നോമിനേറ്റ് ചെയ്തത് ഒനീൽ സാബുവിനെയാണ്. റെനയുമായിട്ടുള്ള സംഭാഷണ രീതി മോശമായിരുന്നു, അത് ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നും അപ്പാനി ശരത്ത് പറഞ്ഞു. രണ്ടാമത്തെ നോമിനേഷൻ ഡോക്ടർ ബിന്നി. ബിന്നിയുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരുടെ ഇടയിൽ ക്ലിയർ ആയിട്ട് വരുന്നില്ല എന്നും ബിന്നിയുടെ ജനപിന്തുണ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെന്നും അപ്പാനി ശരത്ത് പറയുന്നുണ്ട്. അങ്ങനെ അവസാനം നോമിനേഷനിൽ ഉൾപ്പെടാത്തതായിട്ട് ബാക്കിയുള്ളത് ആകെ 4-5 പേര് മാത്രമാണ്. അതിൽ തന്നെ അനീഷിനെ ഒന്നും ആർക്കും പറയണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോ 4 ആഴ്ചയായി ഇമ്മ്യൂണിറ്റി കൊടുത്ത് ആ കിരീടം ഈ മനുഷ്യന് വാങ്ങിക്കൊടുക്കാനാണോ എല്ലാവരുടെയും ഉദ്ദേശം എന്നുള്ളതാണ് എനിക്കറിയാൻ മേലത്. അനീഷ് ഈ ആഴ്ചയും ഇല്ല നോമിനേഷനില്ല. ഇങ്ങനെ ഈ തുടരെ നോമിനേഷനിൽ വരാതിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് നല്ലതല്ല. നോമിനേഷനിൽ വന്നവര് 2 വോട്ടുകളോടെ ബിന്നി, 3 വോട്ടുകളോടെ രേണു സുധി, 4 വോട്ടുകളോടെ നൂറ,
5 വോട്ടുകളോടെ ഒനീൽ സാബു. ഡയറക്റ്റ് നോമിനേഷനിൽ വന്ന 3 പേര് ആര്യൻ, ആദില, അഭിലാഷ്. 4ാമത്തെ ആഴ്ചത്തെ എവിക്ഷനിലേക്ക് 7 പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. മിന്നി, രേണുസുതി, നൂറ, ഒനീൽ, ആര്യൻ, ആദില, അഭിലാഷ്. ഇവരാണ് ആ 7 പേര്. പിന്നെ ഇതൊന്നും കൂടാതെ ഒരു ട്വിസ്റ്റും കൂടി ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് വയ്യായി മനുഷ്യനെ കൊണ്ട്. ഓരോ സെക്കൻഡും ഇങ്ങനെ ട്വിസ്റ്റുകൾ കൊണ്ടുവരുന്നത് ആരാണെന്ന് മാത്രം എനിക്ക് അറിയത്തില്ല. അതിങ്ങനെ ഇതൊക്കെ ഈ കുത്തിയിരുന്ന് എഴുതുന്ന ആൾക്ക് കൊടുക്കണം ഒരു അഭിനന്ദനം. നോമിനേഷൻ ടിക്കറ്റ് കൊടുത്ത ആ 7 പേരുടെയും നിയന്ത്രണം സ്വേച്ഛാധിപതികൾക്കായിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസ്. കണ്ടറിയാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.